നമ്മുടെ ഈ റിസർച്ചേഴ്സ് ഒക്കെ പറയാറുണ്ട് കേട്ടോ, എല്ലാ ഇമോഷൻസിനും ഒരു 90 സെക്കൻഡ്സ് മാത്രമേ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കൂ എന്നുള്ളത്. അപ്പൊ പിന്നെ എന്തിനാ നമുക്ക് ഇത്രയും സ്ട്രെസ് അനുഭവപ്പെടുന്നത്? അതൊന്ന് ശ്രദ്ധിക്കാല്ലേ. നമുക്ക് എന്താണ് ഈ ഇമോഷൻസ് വരുമ്പോൾ നമ്മൾ അതിനെ ഫീഡ് ചെയ്യാതിരുന്നാൽ മതി കേട്ടോ. അപ്പൊ കുറെ ഇമോഷൻസ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ ഓർത്ത് അതിപ്പോ സങ്കടമായാലും സന്തോഷമായാലും ഓർത്തോർത്ത് റിമൈൻഡ് ചെയ്യാൻ നമുക്ക് നല്ല ഇഷ്ടമാണ്. അതിനെ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് നമുക്ക് കുറയ്ക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ എന്തെങ്കിലും സ്ട്രെസ് വരുമ്പോൾ ഇപ്പൊ നമ്മൾ അൺഎക്സ്പെക്ടഡ് ഒരു ആക്സിഡന്റ് ഫേസ് ചെയ്ത് നമ്മൾ രക്ഷപ്പെട്ടു ആ ആക്സിഡന്റിൽ നിന്ന്. പക്ഷെ പിന്നെ നമ്മൾ അതിനിങ്ങനെ ആലോചിക്കുകയാണല്ലേ. ആലോചിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇപ്പോ രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിലും എന്തൊക്കെ ഇങ്ങനെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ആലോചിച്ച് സ്ട്രെസ്ഫുൾ ആവാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മുടെ മൈൻഡിനെ തന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കുക. എന്താണ് ഈ ഇമോഷൻസ് ഒക്കെ 90 സെക്കൻഡേ നിലനിൽക്കുകയുള്ളൂ, പിന്നെ എന്തിനാണ് നമ്മൾ സ്ട്രെസ് എടുക്കുന്നത് എന്ന് ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കുക, ഒരു ഇമോഷന്റെ സ്റ്റേ ചെയ്യുന്ന സമയം, അതിന്റെ സ്റ്റേ ബാക്ക് ടൈം എന്ന് പറയുന്നത് 90 സെക്കൻഡ് ആണ്. അതനുസരിച്ച് നമുക്ക് നമ്മുടെ സ്ട്രെസ്സിനെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. താങ്ക് യു ഓൾ.